ഇപ്പോൾ സഭാ പ്രതിനിധികൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്, അവരുടെ വാക്കുകൾ. അവരെല്ലാവർക്കും ക്രിസ്മസ് വിഷ് ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു? പ്രത്യേകിച്ച് മണിപ്പൂരൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ മണിപ്പൂർ വിഷയം സംസാരിച്ചിരുന്നു, സഭയുടെ ആശങ്ക പങ്കുവച്ചിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ ദിവസം ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ളൊരു ആശംസ നടത്തുകയും ചെയ്തത്. അതിൽ പൊതുവെ ക്രൈസ്തവ സമൂഹം വളരെ സന്തുഷ്ടരാണ്. ഇത്തരത്തിലൊരു മീറ്റിംഗ് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ. അതിന് എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് താങ്കൾ കാണുന്നത്? ഇതിക്ക് മുൻപ് നമ്മൾ ഇവിടെയുള്ള ഡൽഹിയിലെ പിതാക്കന്മാർ പോയിട്ട് അദ്ദേഹത്തെ വിഷ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചിട്ട് ഇതുപോലുള്ളൊരു സംരംഭം നടത്തുക. അതിൽ നമ്മൾ പൊതുവെ വളരെ സന്തുഷ്ടരാണ്. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതുമായി നേരത്തെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? ആ വിഷയം പരാമർശിച്ചില്ല. ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവിനോട് സംസാരിച്ചപ്പം അത് 2024 മധ്യത്തിലോ 2025 തുടക്കത്തിലോ മാർപ്പാപ്പ കേരളത്തിൽ വരുമെന്ന് അദ്ദേഹം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവിനോട് സംസാരിച്ച വഴിയിൽ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തു പറയാമോ? എന്താണ് സംസാരിച്ചത്? അത് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണെങ്കിലേ പൊതുവായിട്ടുള്ള വളരെ കോഡിയലായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയുമായിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാ സഭാവിഭാഗങ്ങളിലും പെട്ട പിതാക്കന്മാരും പ്രധാനപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. മലയാളികളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവ് മാർപ്പാപ്പ ഭാരതത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് പാർട്ട് ഓഫ് 2024 ഓർ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് 25 തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു ഉറപ്പ് പറയുക തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഒരു പുതിയ സമീപനത്തിനും ഒരു പുതിയ ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ചാ വിഷയമായില്ല. എന്നാൽ വ്യക്തിബന്ധങ്ങൾ സമൂഹവുമായിട്ടുള്ളതായ ബന്ധത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു ഈവൻ്റ് ആയിരുന്നു ഇത്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയില്ല. എന്നാൽ പൊതുവെ വളരെ സ്നേഹനിർഭരമായ ഒരന്തരീക്ഷമാണ് ഈ മീറ്റിങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉച്ചവിരുന്നുണ്ടായിരുന്നു. കേരളം, മഹാരാഷ്ട്ര, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സഭാധ്യക്ഷന്മാർക്കായിരുന്നു ക്ഷണം. ആ ക്ഷണത്തിൽ പങ്കെടുത്തവരാണിപ്പോൾ അതിന് ശേഷം പുറത്തിറങ്ങി വന്ന് സംസാരിച്ചത്. പറയുകയായിരുന്നു, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ല. ഒരു സ്നേഹവിരുന്ന് എന്നുള്ളത് മാത്രമാണ്. അഞ്ജു ബോബി ജോർജ് ഇപ്പോൾ സംസാരിക്കണം. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നറിയില്ല. എന്തായാലും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ല. ഒരു സ്നേഹ സന്ദേശം നൽകൽ മാത്രമായിരുന്നു പ്രധാനമന്ത്രിയുടെ വിരുന്നിന്റെ ഉദ്ദേശം. പക്ഷേ ക്രിസ്മസ് ദിനത്തിൽ ആദ്യമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എക്സ്ട്രീംലി ഹാപ്പി ഈ ഒരു ക്രിസ്മസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ. അതൊരു അൺഎക്സ്പെക്റ്റഡ് കോൾ ആയിരുന്നു. പക്ഷേ ദ വേ ഹൗ ഹി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എവറിബഡി, ഹൗ ഹി ഈസ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇസ് സംതിങ് ഗ്രേറ്റ്. ആൻഡ് മെറി ക്രിസ്മസ് ടു എവറി വൺ. ഇല്ല, എനിക്കൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സോ ഞാൻ നമ്മുടെ സ്പോർട്സിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, അതൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. സാർ ചെയ്തു തന്നെയാണ്, പക്ഷേ ഒന്നും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് ക്രിസ്മസ് ഡേയിൽ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ലഞ്ചിന് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. അപ്പോൾ അഞ്ജു ബോബി ജോർജ് അടക്കമുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. സഭാധ്യക്ഷന്മാരുടെ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ആർ രാധാകൃഷ്ണൻ, ആർക്കെ ഇത് ക്രൈസ്തവ സഭകളുമായി അടുക്കുക എന്ന BJPയുടെ ദീർഘനാളത്തെ പ്രൊജക്ടിന്റെ ഭാഗമായി തന്നെ ആ വിരുന്ന് കുറച്ചധികം ഇപ്പോൾ മാധ്യമങ്ങൾ സംസാരിക്കും. ഇതൊരു പ്രത്യേക
ഇൻവിറ്റേഷനായിട്ട് എനിക്ക് കിട്ടി. വളരെ നന്നായി പ്രോഗ്രാം. ആദ്യമായിട്ടാണ് നമ്മളുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നേരിട്ട് കാണാനായിട്ട് സാധിച്ചത്. അത് വളരെ വലിയൊരു അതിശയവും ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. വളരെ പ്രോഗ്രാം നന്നായിരുന്നു. ഇദ്ദേഹം രാവും പകലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പ്രതീക്ഷയുണ്ട്. ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റി. ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ കൈമാറി. ഇതൊക്കെയാണ് പറയാനുള്ളത്. അത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. അദ്ദേഹം വളരെ പ്രസരിപ്പോട് കൂടിയിട്ടാണ് ഇന്ന് കാലത്ത് കണ്ടത്. നന്നായി. താങ്ക് യു. ജോയി ആലുക്കാസ് അടക്കമുള്ള വ്യവസായ പ്രമുഖരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉച്ചവരുന്ന കേരളം, മഹാരാഷ്ട്ര, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സഭാധ്യക്ഷന്മാർക്ക് ഒപ്പം വ്യവസായ പ്രമുഖരും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അഞ്ജു ബോബി ജോർജ് അടക്കമുള്ള ഉള്ളവരും അതിലുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെ ഇപ്പോൾ ക്രൈസ്തവ സഭകളുമായി അടുക്കുക എന്നുള്ളത് BJPയുടെ നേരത്തെയുള്ള പ്രൊജക്റ്റാണ്. രാഷ്ട്രീയ സംസ്ഥാനങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞാലും ആ പ്രൊജക്റ്റിൻ്റെ തുടർച്ച എന്ന് തന്നെയല്ലേ കരുതേണ്ടത് ആ ഉച്ചവിരുന്നിനെ? തീർച്ചയായിട്ടും ആണ് ഹാഷ്മി. കാരണം ഇതൊരു നമുക്കറിയാവുന്ന പോലെ മണിപ്പൂർ വിഷയം ഉണ്ടായതിനു ശേഷം ഉള്ള ആ ഒരു സാഹചര്യം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് BJPക്ക് രാഷ്ട്രീയമായിട്ട് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഉണ്ടായ മുറിവ് അത് ഉണക്കുക എന്ന ഒരു നയതന്ത്രം BJPയുടെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ നാളുകളിൽ പയറ്റുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ്. അതിന് കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും, ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ന്യൂനപക്ഷ മേഖലകളിൽ ഇത് കാരണമാകും എന്ന വിലയിരുത്തൽ പാർട്ടി നടത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അഥവാ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം BJP നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിധത്തിൽ ഒരു വിരുന്ന് ക്രിസ്മസ് ദിനത്തിൽ തന്നെ വിളിച്ചത്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനം BJPക്ക് സാധ്യമാകുന്ന വിധത്തിലേക്ക് പിന്തുണ ആർജിക്കുക എന്നതാണ് ഈ വിരുന്നിന്റെ ഒരു പൊതുവിലുള്ള ഒരു താല്പര്യം എന്നും നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ളവരാണ്, മലയാളികളാണ് എന്നതും ഈ വിരുന്നിന്റെ ഭാഗമായിട്ട് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. കേരളത്തിൽ നിന്ന് പങ്കെടുത്ത BJP പ്രവർത്തകൻ എന്ന് പറയാവുന്നത് ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ സെല്ലിന്റെ ദേശീയ തലത്തിലുള്ള ചുമതലയുള്ള ജോജോ ജോസ് അടക്കമുള്ള ആളുകൾ, ഒപ്പം ടോം വടക്കനെ പോലെയുള്ള ആളുകൾ, ഒപ്പം അനിൽ ആന്റണിയെ പോലെയുള്ള ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയക്കാർ എന്ന് പറയാവുന്ന വിധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മറ്റ് മേഖലകളിൽ നിന്നുള്ളവർ, വ്യവസായ മേഖലയിൽ നിന്നുള്ള ജോയി ആലുക്കാസിനെ പോലെയുള്ളത്, കായിക മേഖലയിൽ നിന്നുള്ള അഞ്ജു ബോബി ജോർജിനെ പോലെയുള്ള ആളുകൾ പങ്കെടുത്തു. ഒപ്പം എല്ലാ സഭകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ വിരുന്ന് സംഘടിപ്പിച്ചത് എന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്നും BJP കരുതുന്നതും പ്രധാനമന്ത്രി വിശ്വസിക്കുന്നതും ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നിലവിലുള്ള ഒരു വിശ്വാസമില്ലായ്മ അത് മാറ്റിയെടുക്കുക എന്നതിന്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഈ ക്രിസ്മസ് ദിവസത്തിലെ നയതന്ത്രത്തെ അഥവാ വിരുന്നിനെ നമുക്ക് പരിഗണിക്കേണ്ടത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ ഈ വിധത്തിൽ നടത്താനായിട്ട് പോകുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ പ്രധാനമന്ത്രി 2-ാം തീയതി തൃശ്ശൂരിലേക്ക് വരികയാണ്, കേരളത്തിലേക്ക് വരികയാണ്. അവിടെ പ്രത്യേകിച്ച് തൃശ്ശൂരിനെ പോലെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം വരുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഇടത്തേക്ക് വരുമ്പോൾ അവിടെയും ഇതിന് സമാനമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ ഉണ്ടാകും ദേശീയ നേതൃത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആർക്കെയാണ് വർദ്ധ വിവരങ്ങൾ നൽകിയത്? നമ്മൾ നേരത്തെ കണ്ടതാണ് ആ ക്രിസ്മസ് നയന്ത്രം അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുമായി അടുക്കാനുള്ള നയന്ത്രം. അതിനിടയിലാണ് മണിപ്പൂർ കലാപവും ഒരുപാട് ക്രൈസ്തവ പള്ളികൾക്കൊക്കെ കേടുപാട് അല്ലെങ്കിൽ തകർക്കലൊക്കെ ഉണ്ടാകുന്നത്. പിന്നീട് അതിന് ഹോൾട്ട് വന്നതാണ്. വീണ്ടും അത് സജീവമാക്കുന്നു BJP. അത് രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് കമന്റിലൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭകളുമായി പാലവിടുക എന്ന ഉദ്ദേശം അവർ രഹസ്യമായി ചെയ്യുന്നതല്ല, പരസ്യമായി തന്നെ പറഞ്ഞു ചെയ്യുന്നതാണ്. ഓക്കെ.